സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അത് സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിനും എംപ്ലോയ്മെന്റ് ജനറേഷനും അത് സാധ്യമാകും. അതുപോലെ ഇൻവെസ്റ്റ് കേരളം സെൽ, നമുക്ക് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ അത് നമുക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും. ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെന്റ് ആണ് എങ്കിൽ അതിവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. വൺ കേരള കരുതൽ മിഷൻ എന്നത് അത് രോഗം കൊണ്ട് വിഷമിക്കുന്നവരെ, വിദ്യാഭ്യാസ ചെലവിനായി ബുദ്ധിമുട്ടുന്നവരെ, ഏറ്റവും പാവങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ്. വലിയ തുക അതിനകത്ത് കോർപ്പസായി ഉണ്ടാക്കിക്കൊണ്ട് വലിയ തുക അടിസ്ഥാനപരമായി ഗവൺമെന്റിനുള്ള ചെലവുകൾ ഭരണപരമായ ചെലവുകൾ മാത്രമാണ്. ആര് പണം തന്നാലും ആ പണത്തിൽ നിന്ന് 1 രൂപ ഭരണ ചെലവുകൾക്കായി എടുക്കാതെ കാരുണ്യ പ്രവർത്തികൾക്ക് മാത്രം പണം ചെലവഴിക്കുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് ഈ വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന പദ്ധതി. CSR ഫണ്ടും വ്യക്തികളുടെ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി മാതൃകാപരമായി ആളുകളെ ചേർത്ത് നിർത്താൻ, അവരെ സഹായിക്കാൻ, സർജറികൾ നടത്താൻ, അപൂർവ രോഗമുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയ പദ്ധതിയാണ്. സ്പേസ് ഇക്കോണമി, കേരളത്തിൻ്റെ സാധ്യതകളെ നമ്മൾ നോക്കിയാൽ ISROയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഇപ്പോൾ സ്പേസ് ഇക്കോണമി വലിയ ഒരു സാധ്യതയുള്ള ഏരിയയായി മാറിയിട്ടുണ്ട്. സ്വകാര്യ സാറ്റലൈറ്റുകൾ വരെ വിക്ഷേപണം നടത്തുന്ന ഒരു സ്ഥലത്ത്, ISROയുടെ പ്രധാന കേന്ദ്രമുള്ള ഒരു സ്ഥലത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഇക്കോണമി ഡെവലപ്പ് ചെയ്തു വരും. പട്ടികവർഗക്കാർക്ക് ആശ്വാസമാകുന്ന വയനാട്ടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി അവരുടെ ഇൻഡിജിനസ് നോളജിൻ്റെ കൂടി പ്രാചീനമായ അറിവുകളെ കൂടി ആധുനികമായ അറിവുകളെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരിതാണ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിച്ച് വലിയൊരു മെഡിക്കൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്.